ഹലോ. ഇപ്പം ഞാനീ പോയിക്കൊണ്ടിരിക്കുന്നത് തൃക്കൂരുള്ള മഹാദേവ ക്ഷേത്രത്തിലേക്കാണ്. ഇവിടെ ഞാൻ ചെറുതായിരിക്കുമ്പോൾ ഒരുപാട് തവണ വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഇങ്ങോട്ട് വന്നിട്ടില്ലാത്തതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ആദ്യമായിട്ട് പോകുന്നൊരു ഫീലാണുള്ളത്. നമ്മളിപ്പോൾ അമ്പലത്തിന് മുൻപിലെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഒന്നുകിൽ നമുക്ക് മുകളിലോട്ട് വണ്ടിയിൽ പോവാം, അല്ലെങ്കിൽ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് പടികൾ കയറിയിട്ട് പോവാം. നമ്മളെന്തായാലും പടികൾ കയറിയിട്ട് പോകാമെന്ന് തീരുമാനിച്ചു. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രമാണിത്. ഒരു വലിയ പാറയ്ക്കകത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മാത്രമല്ല, ഒരു ഗുഹയുടെ ഉള്ളിലാണ് ഇവിടുത്തെ ശിവൻ്റെ പ്രതിഷ്ഠ. ഈ ക്ഷേത്രത്തിലെ ശിവലിംഗം സ്വയംഭൂ രൂപത്തിലാണ്. ഏകദേശം 1600 വർഷം പഴക്കമുള്ള കേരളത്തിലെ തന്നെ പുരാതനവും മനോഹരവുമായ ക്ഷേത്രമാണ് തൃക്കൂർ മഹാദേവ ക്ഷേത്രം. ഭൂനിരപ്പിൽ നിന്ന് ഏതാണ്ട് 200 അടി ഉയരത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മളിവിടെ ആദ്യം കാണുന്നത് ഒരു വലിയ ആനപ്പന്തലാണ്. കൂടാതെ ധാരാളം തൂണുകളും കാണാൻ സാധിക്കും. ഈ തൂണുകളിലെ മനോഹരമായിട്ടുള്ള ചുവർചിത്രങ്ങളുമുണ്ട്. ഏകദേശം 5 ആനകളെ വരെ ഒരേ സമയം ഈ ആനപ്പന്തലിൽ നിർത്താൻ കഴിയുമെന്നാണ് പറയുന്നത്. ഈ പാറയിലെ നമുക്ക് കരിങ്കല്ലിൽ തീർത്ത ഒരു കൊച്ചു ഗണപതി വിഗ്രഹം കാണാൻ സാധിക്കും. ഗണപതിയുടെ നേരെ മുന്നിലായിട്ട് ഒരു ഹോമ മണ്ഡപം കാണാം. ഇവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ നല്ലൊരു വ്യൂ ആയിരുന്നു. ഈ പാറയുടെ സൈഡിലെല്ലാം ധാരാളം അപ്പൂപ്പന്താടികൾ പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം സൂര്യാസ്തമയത്തിനുള്ള ഒരു സമയമായിട്ടുണ്ട്. ഈ പാറയുടെ മുകളിൽ പതുക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് സൂര്യാസ്തമയം കാണാം. ഇവിടെ നിന്ന് മുൻപോട്ട് പോകുമ്പോൾ ഗുഹയുടെ വലതുവശത്ത് പാറയുടെ മുകളിലായിട്ട് ഒരു മാതൃശാല കാണാം. അത്യപൂർവമായിട്ടുള്ള പ്രതിഭാസമാണിത്. ഇവിടെ നിന്നും നമുക്ക് ഈ പാറയുടെ മുകളിലേക്ക് കയറാം. അതിന് മുകളിൽ നിന്നാൽ ഈ പ്രദേശം മൊത്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മളിവിടെ സന്ധ്യാസമയത്ത് വന്നതിൻ്റെ പ്രധാന കാരണം തന്നെ ഇവിടെ നിന്നാൽ സൺസെറ്റ് കാണാൻ കഴിയുന്നുള്ളതാണ്. ഒരുപാട് തിക്കും ബഹളവും ഒന്നുമില്ലാതെ തന്നെ വളരെ ശാന്തമായിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണിത്. ഈ പാറയുടെ മുകളിൽ ഒരിക്കലും വറ്റാത്തതും ആഴം കണക്കാക്കിയിട്ടില്ലാത്തതുമായിട്ടുള്ള ഒരു തീർത്ഥക്കുളം കാണാം. അതുപോലെ തന്നെ പാറയുടെ മുകളിൽ ഒരു കാൽപാദവും കാണാൻ സാധിക്കും. വെയിൽ അധികം ഇല്ലാത്തതുകൊണ്ടും പാറയമേ അധികം ചൂടില്ലാത്തതുകൊണ്ടും നമുക്ക് കുറച്ച് സമയം ഈ പാറയുടെ അവിടെ ചെലവഴിക്കാനായിട്ട് സാധിച്ചിരുന്നു. ശ്രീകോവിലിൻ്റെ നേരെ മുകളിലെത്തും എന്നുള്ളതുകൊണ്ട് തന്നെ ഈ പാറയുടെ മുകളിൽ കുറച്ച് ഭാഗത്തേക്ക് നമുക്ക് പ്രവേശനം ഇല്ല. ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് തൃക്കൂർ ഗ്രാമത്തിൻ്റെ ഈ പാറയുടെ മുകളിൽ നിന്നുള്ള വ്യൂ ആയിരുന്നു. അതിനുശേഷം നമ്മൾ പതിയെ ഈ പാറയുടെ മുകളിൽ നിന്നും താഴേക്ക് വന്നു. പിന്നീട് നമ്മൾ നേരെ ചെല്ലുന്നത് സർപ്പക്കാവിലേക്കാണ്. അവിടെ തൊഴുതതിന് ശേഷം കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ ഈ ക്ഷേത്രത്തിന് ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് താഴേക്ക് കുറച്ച് പടിക്കെട്ടുകൾ കാണാനായിട്ട് സാധിക്കും. ഈ പടിക്കെട്ടുകൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു ക്ഷേത്രത്തിലേക്ക് ചെല്ലാം. ദീപാരാധനയുടെ സമയമായതുകൊണ്ട് തന്നെ ഉള്ളിൽ കയറി തൊഴുതതിന് ശേഷം ആ ക്ഷേത്രത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇപ്പം നമ്മൾ പ്രദക്ഷിണം വെച്ച് ദീപാരാധന തൊഴാനായിട്ട് പോവാണ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഉള്ളിലേക്ക് നമുക്ക് ഫോൺ ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. തൊഴുതിറങ്ങിയതിന് ശേഷം നമ്മൾ നേരെ പോയത് നേരത്തെ പറഞ്ഞ ക്ഷേത്രത്തിനുള്ളിലെ ആ പടിക്കെട്ടുകളിൽ ഇറങ്ങാനായിരുന്നു. അതിന് 2 സൈഡും കാട് പോലെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതിനുള്ളിൽ നിന്നും ഒരുപാട് കിളികളുടെയും മയിലിൻ്റെയും എല്ലാം ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. ഇതാണ് നമ്മൾ പടിക്കെട്ട് ഇറങ്ങി വരുമ്പോഴുള്ള ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ സൈഡിൽ ഒരു പുഴയും കടന്നു പോകുന്നുണ്ട്. അവിടെ നിന്നും തൊഴുത് നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റെപ്പുകളിൽ അവിടേക്ക് തന്നെ വന്നു. ഇറങ്ങി അത്ര എളുപ്പമല്ലായിരുന്നു തിരിച്ച് കയറാനായിട്ട്. തിരിച്ചു വരുമ്പോഴേക്കും കുറച്ച് ഇരുട്ടായിട്ടുണ്ടായിരുന്നു. കുറച്ച് സമയം ക്ഷേത്രത്തിന് പുറത്തിരുന്ന് പടി കയറിയ ക്ഷീണമെല്ലാം മാറ്റിയിട്ടാണ് നമ്മൾ തിരിച്ചു പോകുന്നത്.